കൊച്ചി കപ്പൽ അപകടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒന്നാം പ്രതിയാക്കിയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി നീർക്കുന്നം സ്വദേശി ഷാംജി നൽകിയ പരാതിയെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തിയോഫിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. തിയോഫിൻ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉദാസീനമായ രീതിയിൽ കപ്പൽ നിയന്ത്രിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത്. മറ്റ് വിവരങ്ങൾ. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC എൽസ 3 എന്ന കപ്പൽ മെയ് 24-നാണ് കൊച്ചിക്ക് സമീപം കപ്പൽശാലയിൽ അപകടത്തിൽപ്പെട്ടത്. പിന്നീട് അടുത്ത ദിവസം കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുവരെ കേസെടുക്കാത്തതിനുള്ള കാരണം 12 നോട്ടിക്കൽ മൈലിന് അകലെയുള്ള സംഭവമായതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വമേധയാ പോലീസിനും കോസ്റ്റൽ പോലീസിനും ഒക്കെ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതിരുന്നത്. നിലവിൽ ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 1-ാം പ്രതിയും ഷിപ്പിംഗ് മാസ്റ്റർ 2-ാം പ്രതി, കപ്പൽ ജീവനക്കാർ 3-ാം പ്രതി എന്നിങ്ങനെയാണ് കേസ്. മത്സ്യത്തൊഴിലാളിയായ നീർക്കുന്നം സ്വദേശി ഷാംജി നൽകിയ പരാതിയെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ആദ്യമായി തന്നെ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കപ്പൽ ജീവനക്കാരുടെയും കപ്പൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുടെയും മൊഴി രേഖപ്പെടുത്തി കേസുമായി മുന്നോട്ട് പോകും. വളരെ വേഗം തന്നെ ഈ കേസിൽ അന്വേഷണം തീർപ്പാക്കും എന്ന് കോസ്റ്റൽ പോലീസ് AIG നമ്മളെ അറിയിക്കുകയുണ്ടായി. കേസ് എടുക്കാൻ ഒട്ടും വൈകിട്ടില്ല എന്നും AIG പദം സിംഗ് പറഞ്ഞു. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ കൈകാര്യം ചെയ്തു. മത്സ്യമേഖലയ്ക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാക്കി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. ഉദാസീനതയോടുകൂടി കപ്പൽ കൈകാര്യം ചെയ്തു. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കി തുടങ്ങിയതാണ് കേസുകൾ. എന്തായാലും ഈ കേസ് എടുത്തിട്ടുള്ളത് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 282, 285, 86, 87, 88 എന്നീ സെക്ഷനുകളാണ്. ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ കോസ്റ്റൽ പോലീസ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ശരി തിയോഫിൻ.